ശക്തമായ എന്ത് കാര്യവും ഉറക്കത്തിൽ നടക്കും. ഒരാൾക്ക് പെണ്ണെട്ടണമെന്ന് അതിശക്തമായ ആഗ്രഹം ഉറക്കത്ത് കിട്ടും. മഹർ വേണ്ട, മോതിരം വാങ്ങണ്ട. ഒരാൾക്ക് കുവൈത്തേക്ക് പോകണമെന്ന് അതിശക്തമായ പൂതിയാണ്. ഉറക്കത്ത് പോകും, പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട, പോയി ഉഷാറായിട്ടുണ്ട് വരാം. അപ്പോൾ ഒന്ന് ആഗ്രഹം ശക്തമായിരിക്കണം. അവകാശവാദം ഉണ്ടായിട്ട് കാര്യമില്ല. അവകാശവാദം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, കണ്ട തിരക്കടില്ല, അതുകൊണ്ടൊന്നും കാണൂല. കണ്ടേ പറ്റൂ, കാണും. അതാണ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയണമെന്ന്. അവിടെയാണ് കാഴ്ച. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാകാൻ ആവശ്യമായ വിവരമുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പൂതി എളുപ്പമുണ്ട്, മറ്റേത് അത്ര തന്നെ എളുപ്പം നടക്കൂല. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ മാത്രമല്ല കാണുക, ഉണർച്ചയെ തന്നെ കാണും. കണ്ടോരുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉറക്കത്തിലൊന്നല്ല, ഉണർച്ചയെ തന്നെ കാണുമെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ. അപ്പൊ കണ്ടാൽ അത് നബിയാന്ന് മനസ്സിലാവണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാവശ്യമായ കാര്യങ്ങൾ പഠിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എന്താ പറഞ്ഞു? നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ്, മുത്തുനബിയുടെ നിറം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൂക്കെങ്ങനെയാണ്, നബി തങ്ങളുടെ കണ്ണെങ്ങനെയാണ്, പുന്നാര് നബി തങ്ങളുടെ പുരികങ്ങൾ എങ്ങനെയാണ്, തലമുടി എങ്ങനെയാണ്, താടി എങ്ങനെയാണ്, നടത്തം എങ്ങനെയാണ്, ഇരുത്തം എങ്ങനെയാണ്, അങ്ങനെ പഠിക്കണം. എന്നാലേ കണ്ടത് നബിയാന്ന് മനസ്സിലാവുള്ളൂ. ശൈത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വരൂല എന്നാണ്. അതിന് രൂപം നമുക്കറിയണ്ടേ? ശൈത്താനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? രൂപം അറിയണമല്ലോ. അങ്ങനെയാണ്, രൂപം അറിയണം. അപ്പോൾ മുത്തുനബിയുടെ എല്ലാ കാര്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് എണ്ണ തേച്ച് മുടി വാർന്നിടലാണ് പതിവ്. ഇടയ്ക്കിടെ ചില രോമങ്ങൾ നരച്ചതുണ്ട്. എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ ഒളിച്ചു പോകുന്നതിനാൽ വെളുത്ത മുടി സാധാരണയായി കാണാറില്ല. അതാണ് നബി തങ്ങളുടെ മുടിയുടെ രൂപം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ ഇന്നലെ ഉറക്കത്ത് കണ്ടു, കുളിച്ച് വരിക തോന്നുന്നുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ പാറിങ്ങാണ്ട് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന്. കാരണം അങ്ങനെ നബി തങ്ങൾ നടക്കലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണ തേച്ച് വാർന്നിട്ടിട്ട് വേറൊരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, തലയൊക്കെ നല്ലോണം നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുത്തുനബിയുടെ തലയിൽ നരച്ച മുടി ഓരോന്നുണ്ട്, പക്ഷേ എണ്ണ തേച്ച് വാർന്നിടലും വെളുത്ത മുടി കറുത്ത മുടിയുടെ ഉള്ളിൽ ഒളിക്കലുമാണ് പതിവ്. വെളുത്ത മുടി ഉണ്ടെങ്കിലും കാണലില്ല. വളരെ കുറഞ്ഞ വെളുത്ത മുടിയാണുള്ളത്. ഒരാൾക്ക് ഇങ്ങനെ എണ്ണണമെന്ന് വിചാരിച്ചാൽ എണ്ണിയെടുക്കാൻ പറ്റും, അത്ര മുടികളെ നരച്ചിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ സംഗതികളും. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാൻ, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, പല്ലൊന്ന് ചെരിഞ്ഞിങ്ങാണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫ നബി തങ്ങളുടെ പല്ല് നിരയൊത്ത പല്ലുകളാണ്, ഒറ്റൊന്നും ചെരിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമാണ്. ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൻ്റെ വെള്ള അതിശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണി അതിശക്തമായ കറുപ്പുമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, കണ്ണു വെള്ളാരം കണ്ണിൻ്റെ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബി തങ്ങളെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി തങ്ങളെ പഠിക്കണം. ഞാൻ അത് പറഞ്ഞതിൽ രണ്ടുദ്ദേശമുണ്ട്. രണ്ടുദ്ദേശത്തിലാണത് പറഞ്ഞത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരലാണ്. രണ്ടാമത്തെ ഒരു കാര്യം അതിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം.
ഒരു സദസ്സിലേക്ക് മുസ്തഫായ നബി തങ്ങൾ വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സദസ്സിൽ എല്ലാവരും നോക്കിയാൽ ഒറ്റയടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ്. അതായത് വാതിലിൻ്റെ മുക്കിലോ മറവിലോ ഒളിവിലൊന്നും ആരിക്കൂല, നബി തങ്ങൾ ഇരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് എന്നാലും അങ്ങനെ ഇരിക്കുക. എത്ര നേരത്തെ ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ. സ്ഥലമില്ലായിട്ട് നേരം വയ്ക്കി വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളൂ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്ക് ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഇരിക്കൂല. നബി തങ്ങൾ ഒരു സദസ്സിൽ ചെന്നാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവെ കൈ കെട്ടൽ പതിവില്ല. നിസ്കാരത്തിലൊക്കെ കെട്ടും എന്നുള്ളത് വെച്ചാൽ അങ്ങനെ പൊതുവെ കൈ കെട്ടൂല. ഇനി കൈ കെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല. ലേശം മെനക്കെടുണ്ടാവും, കുറച്ച് അധ്വാനം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആവണം, അങ്ങനെ ആവണം. ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കൽ പതിവുണ്ടായിരുന്നില്ല. ചിരിക്കുമ്പോൾ ഒച്ച ഉണ്ടാവില്ല. ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കൽ പതിവില്ല. അപൂർവമായി നബി തങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിലും അഥവാ അണപ്പല്ല് കാണുന്ന തരത്തിൽ ചിരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെ ഒരു പതിവില്ല. ഇന്നമാ കാന യതബസ്സമു, അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലായിരുന്നു സ്ഥിരമായ പതിവ്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. നബി തങ്ങളുടെ ചുണ്ടുകൾ നല്ല ചുവന്ന ചുണ്ടുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം വെള്ളയിൽ സ്വർണം കയറിയത് പോലെയായിരുന്നു. തങ്ക നിറം, വെള്ളയിൽ സ്വർണം കയറിയത് പോലെയുള്ള നിറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇതാണ് നമ്മൾ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കലാണ്. നാലാമത്തെ കാര്യം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ആളുകളുമായി തവസ്സുൽ ചെയ്യണം.